ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കൊച്ചു വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണി. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം. അപ്പോൾ മാർച്ച് 24 ആദിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ കരുതി ഒരു ചെറിയ കേക്ക് റെഡിയാക്കാമെന്ന് കരുതി. അപ്പം കേക്ക് ഉണ്ടാക്കാൻ ഞാൻ അത്രയ്ക്ക് എക്സ്പേർട്ടൊന്നും അല്ല. കേക്ക് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എപ്പോഴും ഒന്നും റെഡി ആകലില്ല. അപ്പോൾ ഞാൻ തലേ ദിവസം അതിൻ്റെ സ്പഞ്ചൊക്കെ റെഡിയാക്കി ക്രം കോട്ടൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിരുന്നു. അത് പിറ്റേ ദിവസത്തെ എന്താണ് 24 രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇന്ന് നോമ്പ് തുറക്കാനുള്ള ഒരു സ്നാക്ക് റെഡിയാക്കാന്ന് കരുതി. അപ്പോൾ അതിൻ്റെ റെസിപ്പി വീഡിയോ അതിൻ്റെ മുമ്പത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, ഒന്ന് പോയി ചെക്ക് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് സ്പെഷ്യൽ ഡേ അല്ലേ, അപ്പം നോമ്പായിട്ട് ഇതുവരെ ബിരിയാണി ഒന്നും വെച്ചിട്ടില്ല. അപ്പം ഇന്ന് ബിരിയാണി റെഡിയാക്കാമെന്ന് കരുതി. അപ്പോൾ അതിനുള്ള ഉള്ളിയൊക്കെ മൂപ്പിക്കുകയാണ്. അപ്പോൾ ബിരിയാണീൻ്റെ റെസിപ്പി ഒന്നും ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ റെസിപ്പി വീഡിയോ അതിലിട്ടാൽ പിന്നെ നമ്മുടെ വീഡിയോക്ക് കുറേ ലെങ്ത്ത് കൂടിപ്പോകും. അപ്പോൾ ഞാൻ റെസിപ്പി വീഡിയോ ഒന്നും ഇതിൽ പറയണില്ല. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കറിവേപ്പിൻ്റെയും ഒക്കെ ഇട്ടൊന്ന് മൂപ്പിച്ച് പിന്നെ ആ പാനിൽ തന്നെ ആ എണ്ണയിൽ തന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് കണ്ടാണ് ബിരിയാണി വെക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ സാധാ നമ്മൾ ഫ്രൈ ചെയ്യാതെ തന്നെ കേട്ടോ വെച്ചിരുന്നത്. പിന്നെ ഇവിടെ സൗദിയിലൊക്കെ വന്നാൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഹസ്ബൻഡിന് ചിക്കൻ ഫ്രൈ ചെയ്ത് തന്നെ ബിരിയാണി വെക്കുമ്പോൾ ഫ്രൈ ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ പറയട്ടോ. അപ്പോൾ സമയമില്ലാത്ത ടൈമിലൊക്കെ എനിക്ക് ചിലപ്പോൾ പറയും അതൊന്നും പറ്റൂല, അതൊക്കെ കേടാണെന്നൊക്കെ പറയട്ടോ. ഞാൻ ചിലപ്പോൾ സമയം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഞാൻ വെക്കലും ഉണ്ട്. ഒന്നുകൂടി ടേസ്റ്റ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ പൊരിക്കൽ അവിടെ തകൃതിയായിട്ട് നടക്കണുണ്ട് കേട്ടോ. അപ്പോൾ 2-3 കമൻസ് കണ്ടിനി, മോനക്ക് എത്രയായി, മോൻ അവിടെ സ്കൂളിൽ പോകണുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. മോനക്ക് 4 വയസ്സാണ് ഈ മാർച്ചൊക്കെ ആയത്. സ്കൂളിൽ ചേർത്തിയിട്ടില്ല, ഇൻഷാ അല്ലാഹ് നാട്ടിൽ പോയിട്ടൊക്കെ ചേർത്തണം. അപ്പം മറ്റേ സ്റ്റൗവിൽ ഞാൻ ചോറ് തിളപ്പിക്കാനുള്ള വെള്ളം വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് വെക്കുന്നത്. അപ്പം ഇതാ തിളക്കാനായപ്പോൾ ഞാൻ കുറച്ചേക്ക് ഓയിൽ, ഉപ്പ്, നാരങ്ങനീര്, ക്യാരറ്റ് ഇതൊക്കെ ഇട്ട് ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ പൊരിക്കൽ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ മറ്റേ സ്റ്റൗവിൽ ഞാൻ മസാല റെഡിയാക്കാനുള്ള പാനൊക്കെ വെച്ച് മസാല റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്നാക്ക് ഉണ്ടാക്കാനുള്ള വീഡിയോ എടുക്കാണ്ടായതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അത് ഉണ്ടാക്കിയിട്ട് പിന്നെയാണ് കേട്ടോ ഈ ചോറൊക്കെ വെക്കാൻ ഒരുങ്ങിയത്. അപ്പോൾ അപ്പത്തിന് നമ്മളെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നു. അപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ചധികം ചോറൊക്കെ വെക്കുന്നുണ്ട്. ഇതോ എല്ലാം പാടെ നമ്മളൊന്നും കഴിച്ച് തീരൂല. നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ കുറച്ച് അധികം ചോറൊക്കെ വെക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കണ ആരെങ്കിലും സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ ഒരു ലൈക്കും കൊടുത്തോളി, എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റും ചെയ്തോളി. ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി എന്ന് പറയും, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞോളി. എന്തായാലും നമുക്കൊരു വിഷയമല്ല, നിങ്ങളെ സപ്പോർട്ടാണ് നമുക്കെല്ലാം. അപ്പോൾ അതാ നമ്മൾ ചോറ് ആയിട്ടുണ്ടോ നോക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ചോറ് വേവാനുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടി ഞാൻ അടച്ചു വെച്ച് ഒന്നുകൂടി തിളക്കട്ടെ എന്ന് കരുതി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ അടിപൊളി ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച് ആ ബിരിയാണി വേറെ ടേസ്റ്റാണ്. പക്ഷെ കുറേ പണിയെടുക്കണം, അതാ എനിക്കൊരു പിരാന്ത്. ആദ്യം ഒന്ന് മസാല ഒട്ടിച്ച് പിന്നെ അതൊന്നും ആയിട്ട് പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് സമയം ഉണ്ടാകുമ്പോഴൊന്നും കുഴപ്പമില്ല. അപ്പത്തിന് ഇതാ നമ്മുടെ ചോറൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ദമ്മിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്.
നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാനുള്ള ജ്യൂസ് റെഡിയാക്കാം. അപ്പം ഞാൻ ഈത്തപ്പഴം ഉണ്ടായിരുന്നു, അപ്പോൾ അത് ജ്യൂസ് അടിക്കാമെന്ന് കരുതി. അപ്പം അതാ ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എപ്പോൾ ജ്യൂസ് അടിക്കുകയാണെങ്കിലും ഒരു കുരുവെങ്കിലും അതിൽ പെടാതിരിക്കൂല. ഇന്നും അതേപോലെ തന്നെ ഒരു കുരു അതിൽ പെട്ടിരുന്നു. ഇത് ഈ ഈത്തപ്പഴമായിട്ടാണ് തോന്നുന്നത്, അങ്ങനെ ഒട്ടി പിടിക്കണ ഒരു ഈത്തപ്പഴമല്ല. മറ്റേ സാധാ ഈത്തപ്പഴമാണെങ്കിൽ അങ്ങനെ പെടൂല. ഇത് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടും. എനിക്ക് അതിൻ്റെ കുരു കളയണ തീരെ ഇഷ്ടമല്ലാത്തൊരു പണിയാണ്. അപ്പം അത് അടിച്ചപ്പോൾ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഇന്നും എനിക്ക് തോന്നി എന്തെങ്കിലും കുരു ഉണ്ടാവും. അപ്പം അതായി ഞാൻ ആ ജഗ്ഗൊക്കെ ഒഴിച്ചപ്പോൾ അപ്പോൾ ആദ്യമൊന്നും അരിച്ച് പറക്കിയിട്ടൊന്നും വലിയ കുരുവൊന്നും കണ്ടില്ല. പിന്നെ ജാറത്തൊക്കെ ജഗ്ഗൊക്കെ ഒഴിച്ചപ്പോൾ ലാസ്റ്റ് അതിൽ നിന്നൊരു കുഴി കിട്ടി. അപ്പം ഞാൻ ആലോചിക്കണത് ഇങ്ങനെ ഈ മിക്സ് ആയിട്ടും ആ കുരുവിന് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. അത്രക്ക് ഉറപ്പുണ്ട് ഈ ഈത്തപ്പഴത്തിൻ്റെ കുരുവിന്. അപ്പം നമ്മുടെ ജ്യൂസ് അവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മളെ സ്നാക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ നോമ്പിൻ്റെ സമയത്ത് ഫ്രൂട്ട്സ് ഒന്നും അധികം കട്ട് ചെയ്യലില്ല കേട്ടോ, ഒക്കെ ഓരോന്നും എടുക്കലുള്ളൂ. നമ്മൾ അധികം ഒന്നും കഴിക്കൂല നോമ്പ് തുറക്കുമ്പോൾ, കാരണം കുറച്ച് ആളും ഉള്ളൂ. പിന്നെ ആ നോമ്പ് തുറക്കണ സമയത്ത് അധികം വാണ്ടിയൊന്നും വരൂല. നോമ്പ് തുറക്കണതിൻ്റെ മുമ്പ് വെള്ളം അത്ര കുടിക്കണം എന്നൊക്കെ കേൾക്കും. പക്ഷെ നോമ്പ് തുറന്നാൽ പിന്നെ ഒന്നിനും കഴിയില്ല. അപ്പം ഞാൻ അധികം ഫ്രൂട്ട്സ് ഒന്നും വെട്ടിയിട്ട് വേസ്റ്റ് ആക്കലില്ല, ഒക്കെ പാകത്തിന് വെട്ടും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലുണ്ടല്ലോ, വേണ്ടി വരുമ്പോൾ എടുത്ത് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിക്കാനുള്ള ഒക്കെ റെഡിയാക്കി എടുത്ത് വെക്കാൻ കരുതി. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ഇവിടെ ചൂട് കുറഞ്ഞിട്ടാണോ എനിക്കറിയില്ല, തുറക്കുമ്പോൾ 2 ഗ്ലാസ്സൊക്കെ വെള്ളം ഞാൻ കുടിക്കലുള്ളൂ. നാട്ടിലാവുമ്പോൾ ആ തുറക്കണ സമയത്ത് 3-4 ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കും ഞാൻ. ഇവിടെയും ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങിയാൽ നല്ല ചൂടാണെന്നൊക്കെ പറയണേക്കെ. നമ്മളിപ്പോൾ പകലങ്ങനെ പുറത്തൊന്നും ഇറങ്ങലില്ല, രാത്രി ഇറങ്ങലുള്ളൂ. ചൂട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെയും. അപ്പം നമ്മൾ നോമ്പൊക്കെ തുറക്കുകയാണ്. പിന്നെ കുറച്ച് ഓത്തു നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 10 മണി 10:30 നമ്മൾ ഫുഡ് കഴിക്കില്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ കുറച്ച് തൈര് റെഡിയാക്കുകയാണ്. അപ്പോൾ എനിക്ക് ബിരിയാണി കഴിക്കുമ്പോൾ അതിക്ക് തൈര് നിർബന്ധമാണ്. അത് എന്തോ എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി എടുക്കൂല, അതേപോലെയാണ് തൈരില്ലാതെ എന്ത് ബിരിയാണി എന്നൊക്കെ കരുതും ഞാൻ. അപ്പോൾ ഞാൻ കുറച്ച് തൈരൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെന്താ, തൈരൊക്കെ റെഡിയാക്കി ഫുഡൊക്കെ വിളമ്പി ഫുഡ് കഴിച്ചു. അപ്പോൾ ആദ്യം ചിലപ്പോൾ ഓനൊറ്റക്ക് വാരി കഴിക്കും, ചിലപ്പോൾ ഓന് വാരി കൊടുക്കണം. അപ്പോൾ ഓൻ്റെ കയ്യിൽ ഫോണും വേണം. ഫോൺ അങ്ങനെ ഇപ്പോൾ യൂസ് ചെയ്യലൊന്നുമില്ല. ഇവിടെ വന്നാൽ നമുക്ക് TV തന്നെയാണ് കാര്യമായിട്ട് കാണല്. TVയും അത്രയ്ക്ക് നല്ലതൊന്നുമല്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ അതിനോട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഫോട്ടോഷൂട്ടിന് നിന്ന് കൊടുക്കുക. അപ്പോൾ അവന് കത്തിമൊക്കെ ഒരു നോട്ടം, ഇതുകൊണ്ട് ഇപ്പോൾ എങ്ങനെ കേക്ക് മുറിക്കുക, കാരണം നമ്മളുണ്ടാക്കിയ കേക്കാണല്ലോ. അപ്പം ഞാൻ കത്തിയൊന്നും വാങ്ങിയിട്ടില്ല, നമ്മൾ വീട്ടിലുള്ള സാധാ കത്തി വെച്ചിട്ടൊക്കെ മുറിക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ അങ്ങനെ ഗ്രാൻഡായിട്ടൊന്നും ആഘോഷിക്കലില്ല. അവൻ്റെ ഫസ്റ്റത്തെ ബർത്ത്ഡേ നമ്മൾ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചിനി, പിന്നെ അങ്ങനെ ആഘോഷിക്കലൊന്നുമില്ല. ചെറിയൊരു കേക്ക് കട്ട് ചെയ്യും. അപ്പം അവർക്കൊരു സന്തോഷമല്ലേ കേക്ക് കട്ട് ചെയ്യില്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അപ്പുറത്തെ റൂമിലത്തെ കാക്ക നാട്ടിൽ നിന്ന് വന്നിന്. അപ്പോൾ കുറച്ച് ലഡുവൊക്കെ തന്നിരുന്നു, അതൊക്കെ കഴിച്ച് പിന്നെ ഒരു 2:30 ആയിട്ടുണ്ട് സമയം. അപ്പോൾ ആ കാക്ക കുറച്ച് ബീഫും തന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി, ആ ചൂടാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കേക്ക് കഴിച്ച് നമ്മൾ കേക്ക് ശരിക്കും കഴിച്ചിട്ടില്ല. ആ ബിരിയാണിയൊക്കെ കഴിച്ച ആ ടൈമിലേനി, അപ്പോൾ വലിയ വിശപ്പൊന്നുമില്ലേനി. അപ്പോൾ ബീഫ് ചൂടാക്കുന്ന ഇടയിൽ നമ്മൾ കേക്കും കഴിച്ചു. പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെന്താ, അത്താഴം കഴിച്ച് നിസ്കാരം മൊത്തമൊക്കെ കഴിഞ്ഞ് പിന്നെ കിടന്നുറങ്ങി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.